ജനങ്ങളുടെ നികുതി പണം കൃത്യമായ ആസൂത്രണമില്ലാതെ വിനിയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് കൂറ്റനാട് ന്യൂ ബസാറിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം. ചാലിശ്ശേരി പട്ടാമ്പി സംസ്ഥാന പാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി റോഡരികിനോട് ചേർന്ന് നിന്നിരുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ മുൻവശം പൊളിച്ചു നീക്കാൻ ആരംഭിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു പൊതു സംവിധാനം ഒരു ദിവസം പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ നശിപ്പിക്കപ്പെടുന്നതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടിട്ടും ഒരു ദിവസം പോലും കെട്ടിടം തുറന്നിട്ടില്ല. ദീർഘദൂര വഴിയാത്രക്കാർക്കും തീർത്ഥാടകർക്കും വിശ്രമ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ എം.എൽ.എ. വി.ടി. ബൽറാമിന്റെ ശ്രമഫലമായാണ് കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ ജല അതോറിറ്റിക്ക് മുൻപിലായി ഈ ആധുനിക വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. 40 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം 2016 ഫെബ്രുവരി 28-ന് അന്നത്തെ ടൂറിസം മന്ത്രി എ.പി. അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടിട്ടും ഈ കെട്ടിടം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം, കഫ്റ്റീരിയ, വിശ്രമമുറികൾ, ആകർഷകമായ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയോടെ തികച്ചും ആധുനിക രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ഇതിനോടനുബന്ധിച്ച് നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയവും ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഗുരുവായൂരിലേക്കും മണ്ഡലകാലത്ത് ശബരിമലയിലേക്കും പോകുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനപ്പെടേണ്ടിയിരുന്ന ഒരു പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാഴായിപ്പോയത്. വർഷങ്ങളോളം അടച്ചിട്ടതോടെ കെട്ടിടം മദ്യപന്മാരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും വിളയാട്ട കേന്ദ്രമായി മാറി. ജനങ്ങളുടെ നികുതി പണം നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മൗനജാഥയും റീത്ത് സമർപ്പണവും അടക്കമുള്ള നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിരുന്നു. കെട്ടിടത്തിൽ കരിയോയിൽ പ്രയോഗം നടത്തിയും ചിലർ പ്രതിഷേധം അറിയിച്ചിരുന്നു. നിലവിൽ പട്ടാമ്പി ചാലിശ്ശേരി സംസ്ഥാന പാതയുടെ വികസനം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. റോഡിനെ വീതി കൂട്ടുന്നതിനായി കെട്ടിടത്തിന്റെ മുൻഭാഗം പൊളിച്ചുമാറ്റാൻ തുടങ്ങിയതോടെ ജനങ്ങളുടെ 40 ലക്ഷം രൂപ പൂർണ്ണമായും വെള്ളത്തിലായ അവസ്ഥയിലാണ്. കൃത്യമായ ദീർഘവീക്ഷണമില്ലാതെ റോഡരികിൽ ലക്ഷങ്ങൾ മുടക്കി കെട്ടിടം പണിതവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.